अशहदु अल्ला इलाहा इल्लल्लाहु वहदहु ला शरीक लह व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वज़्कुरू निअमतल्लाहि अलैकुम इज़ कुंतुम आदाअन फ़अल्लफ़ बैन क़ुलूबिकुम फ़अस्बहतुम बिनिअमतिही इख़्वाना। रब्बिन्फुख़ रूह बरकतिन फ़ी कलामी हाज़ा वजअल अफ़इदतम मिनन्नासि तहवी इलैह। मोहतरम नायब सदर साहिब मजलिस अंसारुल्लाह भारत साउथ इंडिया, मोहतरम ज़िला अमीर साहिब कोल्लम, मोहतरम अमीर साहब जमात अहमदिया करुनागपली, स्टेज पर तशरीफ़ फरमा नाज़मीन अज़ला और सामीन में तशरीफ़ फरमा उमराए अज़ला, उमराए मकामी, मुबल्लिगीन किराम, ज़ोमाए किराम, अंसार बुज़ुर्गान और भाइयों, अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന നൈബ് സദർ, അതുപോലെ തന്നെ ജില്ലാ അമീർ, അതുപോലെ കരുനാഗപ്പള്ളി ജമാഅത്തിൻ്റെ അമീർ സാഹിബ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എൻ്റെ സഈമമാർ, നാസിമീന്മാർ, അതുപോലെ മജ്ലിസ് അൻസാറുള്ള സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു। अल्हम्दुलिल्लाह, इस वक्त हम मजलिस अंसारुल्लाह केरला के इख्तितामी तकरीब में इस वक्त यहाँ बैठे हुए हैं। अल्लाह ताला का बेहद फ़ज़्ल व एहसान शामिल हाल रहा और हर लिहाज से ये इज्तिमा बखैर खूबी इस वक्त इख्तिताम पजीर हो रहा है। അൽഹംദുലില്ലാ, നമ്മുടെ ഇജ്തിമായുടെ സമാപന ഭാഗത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല അന്തരീക്ഷത്തിൽ ഈ യോഗം നടന്നു. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടായി. അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ സമാപനം കുറിക്കുകയാണ്. मुझे इस बात की बेहद खुशी है कि इस इज्तिमा के तमाम इंतज़ामात बेहतरीन तरीक़ पर सरंजाम दिए गए। ഈ ഇജ്തിമാവിൻ്റെ എല്ലാ ഒരുക്കങ്ങളും എല്ലാ സംവിധാനങ്ങളും വളരെ മെച്ചപ്പെട്ട നിലയിൽ നടന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. और इसके साथ जो इज्तिमा के प्रोग्राम भी थे, चाहे वो इल्मी मुकाबला जात थे, चाहे वर्जिशी मुकाबला जात थे, या चाहे दीगर तरबियती अमूर से मुताल्लिक़ प्रोग्राम थे, वो भी बहुत ही बेहतरीन तरीक़ पर तश्कील दिए गए और पाए तकमील तक उनको पहुँचाया गया। ഇവിടെ നടന്ന വൈജ്ഞാനിക മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, അതുപോലെ തന്നെ തർബിയത്തുപരമായ പ്രഭാഷണങ്ങൾ, ഇതൊക്കെ കൈകാര്യം ചെയ്തതും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുമൊക്കെ വളരെ സമർത്ഥമായ നിലയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. അത് ഞാൻ അറിയുകയും ചെയ്തു, കാണുകയും ചെയ്തു. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഇതിൻ്റെ സംഘാടകർ കാഴ്ചവെച്ചത്. मुझे अभी रिपोर्ट दी गई है कि अल्लाह ताला के फ़ज़ल व करम से 911 अहबाब जमात की इस इज्तिमा के लिए रजिस्ट्रेशन हुई है और 911 अहबाब जमात इस इज्तिमा में शामिल हुए। इस लिहाज से अल्लाह ताला के फ़ज़ल व करम से
हर लिहाज से ये इज्तिमा कामयाब रहा और मैं इस कामयाब इज्तिमा के इनेकाद पर तमाम मुंतज़मीन जिन्होंने इस इज्तिमा के इनेकाद के लिए अनथक मेहनत की उनको भी, और जो तमाम शामिलीन इस इज्तिमा में रहे, जो इस इज्तिमा में शमूलियत जिन्होंने इख्तियार की, दूर दूर अपनी मजालिस से तशरीफ़ लाकर यहाँ इस इज्तिमा में शमूलियत इख्तियार की, उनको भी दिल की अमीक गहराइयों से मुबारकबाद पेश എനിക്ക് करता हूं। കിട്ടിയ അറിയിപ്പനുസരിച്ച് ഈ ഇജ്തിമായിൽ 911 ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മജ്ലിസുകളിൽ നിന്നും ഈ മെമ്പർമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. ഇതിനുവേണ്ടി ശ്രമകരമായ ജോലികൾ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ ദുആ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇതിന് സജീവമായി പങ്കെടുത്ത് ഈ ഇജ്തിമാനെ ഇത്ര ഗംഭീര വിജയമാക്കി തീർക്കാൻ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ ശ്രമകരമായിട്ടാണ് ഈ ജൽസയെ അസാധ്യമായ നിലയിൽ ഒരു വിജയപ്രദമായ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. और मैं इसके साथ ही दुआ गो भी हूँ कि अल्लाह ताला इस इज्तिमा को हम सब के लिए बाइस बरकत बनाए और जो भी यहाँ इज्तिमा में शामिल हुए उनको इस बरक़ात से हमेशा मुतमत्ते फरमाए। जो जोश और जज्बा इस इज्तिमा में शामिल होने के नतीजे में उनके अंदर पैदा हुआ, वो जोश और जज्बा और ईमान में तक़वियत हमेशा उनके अंदर मौजूद और कायम रहे। ഇതിനോടൊപ്പം തന്നെ ഞാൻ ദുആ ചെയ്യുകയുമാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഇജ്തിമായിൽ പങ്കെടുത്ത് ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് വികാരഭരിതരായി നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയ ഊർജം ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടുത്തെ ഈ സമ്മേളനത്തിൽ നമ്മൾ എന്തൊക്കെയാണോ കണ്ടത്, എന്തൊക്കെയാണോ കേട്ടത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജമാഅത്തിനെ വിലയിരുത്തുകയും അതിനോടൊപ്പം തന്നെ മജ്ലിസുകൾ ഇടുന്ന പരിപാടികളോട് നമ്മൾ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നതും അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കുന്നതും. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. इसी के साथ मैं ये उम्मीद भी करूँगा और ये ख्वाहिश का इजहार भी करूँगा मुंतज़मीन से भी और शामिलीन इज्तिमा से भी कि आइंदा भी इसी किस्म के इज्तिमात और इसी किस्म के प्रोग्राम, बल्कि इससे बढ़कर और इससे बेहतर प्रोग्राम आप आइंदा भी मुनक़्क़िद करने वाले होंगे. അതുപോലെ തന്നെ മുന്തസിമീങ്ങൾ, ഇതിൻ്റെ സംഘാടകർ, ഇതിലെ അംഗങ്ങൾ, ഇതിൽ പ്രവർത്തിച്ചവരോടൊക്കെ എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇനി അടുത്ത നമ്മുടെ സമ്മേളനങ്ങൾ വരുമ്പോൾ ഇതിനേക്കാൾ മികച്ച നിലയിലും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നല്ല ജൽസയായിട്ട് നടക്കാനുള്ള ശ്രമവും നമ്മൾ ഇതിനോടൊപ്പം തന്നെ നടത്തേണ്ടതാണ്. ഈ ജൽസ കഴിഞ്ഞ ഉടനെ തന്നെ ഈ വികാരം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. എല്ലാ മുന്തസീമികളും അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ മജ്ലിസ് അൻസാറുള്ളയുടെ ഭാരവാഹികളും ഈ കാര്യം മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. ये अर्ज़ करने के बाद अब मैं ज़्यादा लंबी तकरीर नहीं करूँगा, मुख्तसरन सिर्फ एक बात की तरफ आप सबको तवज्जो दिलाना चाहूँगा. ഇനി ഞാൻ ദീർഘമായി പ്രസംഗിക്കാനൊന്നും നിൽക്കുന്നില്ല, വെറും ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതോടുകൂടി ഞാൻ ഇവിടെ നിന്ന് വിരമിക്കുന്നതായിരിക്കും. कुरान मजीद की जो आयत करीमा मैंने शुरू में तिलावत की, വിശുദ്ധ ഖുർആന്റെ വചനം ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചു. इसमें अल्लाह ताला ने मोमिनीन को मुखातिब करते हुए फरमाया ഇതിൽ അല്ലാഹു തആല സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, कि वज़्कुरू नेमतल्लाहि अलैकुम इज़ कुंतुम आदाअन फ़अल्लफ़ बैन क़ुलूबिकुम फ़अस्बह्तुम बिनेमतिही इख़्वाना. നിങ്ങളോട് പറഞ്ഞത് അല്ലാഹ് പറയാണ്, വസ്കുറു നിഅമത്തല്ലാഹി, എൻ്റെ നിഅമത്തിനെ നിങ്ങൾ സ്മരിക്കുക, ഓർമ്മ വെക്കുക. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ ഞാൻ ഇണക്കി, അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മിത്രങ്ങളായി മാറുകയുണ്ടായി.
इस आयत करीमा में अल्लाह ताला ने मोमिनीन को इस बात की तरफ तवज्जो दिलाई कि आ हज़रत सल्लल्लाहु अलैहि वसल्लम की बासत से कबल तुम आपस में एक दूसरे के दुश्मन बने हुए थे, लेकिन हज़रत नबी अकरम सल्लल्लाहु अलैहि वसल्लम की बासत के नतीजे में तुम आपस में एक दूसरे के भाई भाई बन गए। ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനാകുന്നതിന് മുമ്പേ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, വിരോധികളായിരുന്നു, നിങ്ങൾ പരസ്പരം കാണാൻ ആഗ്രഹിക്കാത്തവരായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവോടുകൂടി നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാവുകയും അങ്ങനെ ശത്രുക്കളായിരുന്ന നിങ്ങൾ മിത്രങ്ങളായി മാറുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് അല്ലാഹു തആല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഇണക്കമുണ്ടാക്കുകയും നിങ്ങൾ മിത്രങ്ങളായി തീരുകയും ചെയ്തത്. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. हज़रत नबी अकरम सल्लल्लाहु अलैहि वसल्लम की बासत से कबल वो अरब के लोग छोटी छोटी बातों में आपस में झगड़ते थे और साल तक उन लड़ाइयों में मुब्तला होते थे. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തിന് മുമ്പേ ആ അറേബ്യൻ ജനത, ആ അജ്ഞരായ ജനത ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ ഉടനെ വഴക്കിടുകയും പോരാടുകയും യുദ്ധങ്ങൾ വരെ നടക്കുകയും അത് തലമുറ തലമുറയായി കൈമാറിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നൊരു കാലമായിരുന്നു അത്. एक जंग जिसका नाम जंग बसूस तारीख में आता है, उसके ताल्लुक से आता है कि एक मामूली वजह यानी एक ऊंट के चिड़िया के घोंसले को गिराने से वो जंग शुरू हुई दो कबाइल के बीच में, दो कौमों के बीच में, और 40 साल तक वो जंग लड़ी गई और दोनों कबाइल आपस में एक दूसरे का कत्ल गारत करते रहे. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കിളിക്കൂട് താഴെ ഇട്ടതിൻ്റെ പേരിൽ എത്ര നിസ്സാരമായ കാര്യമാണ്. രണ്ട് ജനതകൾ തമ്മിൽ വഴക്കുണ്ടാവുകയും അത് യുദ്ധമായി മാറുകയും അത് 40 വർഷം വരെ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരായിരുന്നു അവർ. लेकिन हज़रत नबी अकरम सल्लल्लाहु अलैहि वसल्लम की बासत के नतीजे में ये तमाम रंजिशें, ये तमाम अदावतें, ये तमाम दुश्मनियाँ उन असहाब के दरमियान, हज़रत नबी अकरम सल्लल्लाहु अलैहि वसल्लम के सहाबा किराम के दरमियान यकसर ख़त्म हो गई और वो आपस में एक दूसरे के गर्मजोश भाई बन गए. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവോടുകൂടി അവർ നബിയെ വിശ്വസിച്ചതോടുകൂടി അവരിലുള്ള ഈ വെറുപ്പും വിദ്വേഷവും ഈർഷ്യയും ഒക്കെ അകലുകയും അവരൊരേ ഒരു ശരീരം പോലെ പ്രവർത്തിക്കുന്നവരായി മാറുകയും അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ നന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കീഴിൽ അനുസരണം പൂർണ്ണമായും പുലർത്തിക്കൊണ്ട് ജീവിക്കുകയുമാണ് ചെയ്തത്. അതാണ് നമ്മളവിടെ കാണുന്നത്. ഈ ഒരു മാറ്റം ഉണ്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവായിരുന്നു, ആഗമനമായിരുന്നു. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭായി സഹോദരങ്ങളായി മാറിയത്. और इस भाईचारे का ऐसा आला और अजीम शान नमूना उन असहाब रसूल सल्लल्लाहु अलैहि वसल्लम ने दिखाया जिसकी मिसाल तारीख में नहीं मिलती. സഹോദര്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചത്. അതാണ് സഹാബിമാർ കാഴ്ചവെച്ചത്. അത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. उन्होंने एक दूसरे के लिए अपनी हर चीज को कुर्बान करना शुरू कर दिया. അവരെങ്ങനെയുള്ളവരായിരുന്നു? ഈ ശത്രുക്കളായി കിടന്നവർ റസൂലുള്ളാഹിനെ വിശ്വസിച്ചപ്പോൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടേതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. बेशुमार वाकयात हैं, उनमें से एक वाकया जो आपने भी बारहा सुना होगा. एक जंग के मौके पर जबकि मुसलमान ज़ख्मी हो गए थे और ज़ख्मी होने की हालत में मैदान जंग में गिरे हुए थे, तो एक पानी पिलाने वाला ऐसे लोगों को तलाश कर रहा था जिनको प्यास लगी हो और पानी की ज़रूरत हो. നിരവധി സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരേ ഒരു സംഭവം ഉദാഹരണം എന്നുകൊണ്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടി, മുറിവേറ്റ് കിടക്കുന്നവർക്ക് വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടി, ഈ സംഭവങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, അതെനിക്കറിയാം.
അവർ വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ആർക്കാണ് ദാഹം എന്നറിയാൻ വേണ്ടി കൊണ്ടു നടക്കുകയാണ് ഇങ്ങനെ. जब वो एक जख्मी मुसलमान के पास पहुंचा और उसने देखा कि उसको पानी की ज़रूरत है, उसने मशकीज़े से उसको पानी पिलाना ही चाहा, तो उस जख्मी मुसलमान ने एक और मुसलमान को अपने नज़दीक तड़पते हुए देखा, तो उस पानी पिलाने वाले को कहा कि मुझसे ज़्यादा मेरे इस भाई को इस पानी की ज़रूरत है, लिहाजा मुझे पानी मत पिलाओ, बल्कि मुझसे पहले मेरे इस भाई को पानी पिलाओ। അങ്ങനെ പരിക്കേറ്റ് അവശനായി കിടക്കുന്ന ആളെ തിരഞ്ഞു നടക്കുമ്പോൾ ഒരു സഹാബിയെ കിട്ടി. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി കൂജ ഇങ്ങനെ അങ്ങോട്ട് മറിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ അടുത്ത് കിടക്കുന്ന ആളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, അദ്ദേഹം വല്ലാതെ കണ്ട് വിഷമിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അയാൾക്ക് ഈ വെള്ളം കൊണ്ട് കൊടുക്കുക, എനിക്കിപ്പോൾ വെള്ളം വേണ്ട എന്ന്. जब दूसरे जख्मी को पानी पिलाने ही वाला था, तो उसको एक और जख्मी अपने करीब एक तीसरा मुसलमान भाई नजर आया, तो उसने उस पानी पिलाने वाले को कहा कि मुझसे ज़्यादा मेरे इस भाई को पानी पीने की ज़्यादा ज़रूरत है, लिहाजा मुझे छोड़कर तुम मेरे इस भाई को पानी അങ്ങനെ पिलाओ। രണ്ടാമത്തെ ആൾക്ക് വെള്ളം കൊടുക്കാൻ മുതിരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിസരത്ത് നിന്ന് ദാഹം ഉണ്ടായ ഒരു മനുഷ്യൻ്റെ വിഷമകരമായ ആ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഈ മുറിവേറ്റ് കിടക്കുന്ന ആൾ പറയുന്നു, എനിക്കിപ്പോൾ വെള്ളം വേണ്ട സഹോദര, എൻ്റെ അടുത്ത് കിടക്കുന്ന വിഷമിക്കുന്ന ആ ശ്വാസം മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ അയാൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കുക, എനിക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. तारीख में आता है कि इसी तरह 7 मुसलमान भाइयों ने अपने दूसरे मुसलमान भाई को तरजीह दी और खुद पानी नहीं पिया। ചരിത്രത്തിൽ വന്നിരിക്കുന്നു, ഇങ്ങനെ 7 സഹോദരങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ട് അവസാനം ആൾക്ക് വെള്ളം കൊടുക്കാൻ അദ്ദേഹം ചെന്നത്. 6 പേരും പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണ്ട, തൊട്ടടുത്ത് കിടക്കുന്ന ആ കരഞ്ഞ് വിലപിക്കുന്ന ദാഹത്തിന് വേണ്ടി കരയുന്ന ആ മനുഷ്യന് നിങ്ങൾ വെള്ളം കൊടുക്കുക എന്ന് 6 പേരും പറഞ്ഞു. അങ്ങനെ അയാൾ 7ാമത്തെ ആളുടെ അടുത്ത് എത്തുകയാണ്. लेकिन जब वो 7वें भाई मुसलमान भाई के पास पहुंचा, तो उसकी वफात हो चुकी थी, वो शहीद हो चुका था। उसके बाद जो वापस बाकी सारे मुसलमान 6 और मुसलमान भाइयों के पास पहुंचा, तो उसने देखा कि वो सारे के सारे मुसलमान पानी की ताब न लाकर, प्यास की ताब न लाकर और जख्मों की शिद्दत की वजह से शहीद हो चुके। അങ്ങനെ 6ാമത്തെ ആളെ വിട്ട് 7ാമത്തെ ആളുടെ അടുക്കൽ വെള്ളം കുടിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഷഹീദായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടി ആദ്യത്തെ ആളുടെ അടുത്ത് വന്നു, അദ്ദേഹത്തെ കുടിപ്പിക്കാം, പക്ഷെ അദ്ദേഹം ഷഹീദായി. പിന്നെ 2ാമത്തെ ആളുടെ അടുത്ത് വന്നു, അദ്ദേഹം ഷഹീദായി കഴിഞ്ഞിരുന്നു. 3ാമത്തെ ആളുടെ അടുത്ത് വന്നു, അദ്ദേഹം ഷഹീദായി കഴിഞ്ഞു. അങ്ങനെ ഈ 6 പേരും ഷഹീദായി കഴിഞ്ഞിരുന്നു. വെള്ളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഇരുന്നു, പക്ഷെ അവർക്ക് ആർക്കും കുടിക്കാൻ കഴിഞ്ഞില്ല. ഈ ത്യാഗമാണ് സഹാബത്ത് കാണിച്ചത്. ഒരേ ഒരു മിത്രങ്ങളെ പോലെ, ഒരേ ഒരു സഹോദരനെ പോലെ തന്നേക്കാൾ പ്രാധാന്യം തൻ്റെ സഹോദരനെ കൊടുത്തുകൊണ്ടാണ് അവർ ഈ മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചത്. इस मिसाल से हमें इस बात का बखूबी अंदाज़ा होता है कि कितना आला और अजीमुशान भाईचारे का मेयार था जो उन मुसलमानों में हज़रत नबी अकरम सल्लल्लाहु अलैहि वसल्लम की बासत के नतीजे में ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സാഹോദര്യ ബന്ധത്തിൻ്റെ എത്ര ഉദാത്തമായ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സഖാക്കൾ സ്വീകരിച്ചത്, ഈ സഹാബത്ത് സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ തനിക്ക് ഒരു വിലയും നൽകിയില്ല, മറ്റുള്ളവർക്ക്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് എന്ന് പറയുന്ന സാഹോദര്യ ബന്ധം അവിടെ പൂർണ്ണമായും നിറവേറ്റി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. क्योंकि हुजूर सल्लल्लाहु अलैहि वसल्लम ने उनको सिखाया था कि आपसी भाईचारा, आपसी प्यार मोहब्बत, एक दूसरे के साथ हमदर्दी के जज्बात का कितना ज़्यादा ख्याल रखना एक मुसलमान के लिए ज़रूरी है। കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, നിങ്ങളുടെ സഹോദരങ്ങളോട് ഏത് രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്, സാഹോദര്യ ബന്ധം എങ്ങനെയാണ് നിങ്ങൾ നിലനിർത്തേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. അത് അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിച്ചത്. അതാണ് സഹാബത്തെ നമ്മളിൽ നിന്ന് വേർപെടുത്തുന്നത്. അപ്പോൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആ സഹാബത്ത് ഇങ്ങനെയുള്ള മാതൃക കാണിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് പാഠമുണ്ട് എന്നാണ്.
एक मौके पर हुजूर सल्लल्लाहु अलैहि वसल्लम ने इसी प्यार और मोहब्बत की मिसाल बयान करते हुए फरमाया कि मसलुल मोमिनीन फ़ी तवाद्दिहिम व तराहुमिहिम कमसलिल जसद इज़श्तका लहू उज़्वुन तदा लहू साइरुल जसद बिस्सहर वल हुम्मा, कि जब मुसलमान मोमिनीन की है आपस में प्यार और मोहब्बत और एक दूसरे के साथ शफकत की मिसाल एक जिस्म की तरह है। ഒരു മുസ്ലിമീങ്ങളുടെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതായത് മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞത് ഒരു ശരീരം പോലെയാണ്, പല വ്യക്തികൾ ചേരുന്ന ഒരു ശരീരം പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു. जब जिस्म के किसी उज़ू को तकलीफ होती है, जिस्म के किसी अंग को कोई दर्द होती है, तो सारा जिस्म तड़पता है, बेख्वाबी की और बुखार की शिकायत करता ഒരു है। മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് സഹിക്കാൻ കഴിയുകയില്ല, ശരീരം മുഴുവനും അത് ബാധിക്കും. ഇതുപോലെ ഒരു സമൂഹം ഒരു ശരീരമായി കഴിഞ്ഞു. ആ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം മുഴുവനും അതിൽ ഭാഗവാക്കാവുകയും അവരെല്ലാവരും തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ വേദന തങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് സഹാബത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. तो इस तरह से हुजूर सल्लल्लाहु अलैहि वसल्लम ने मुसलमान मुआशरे को एक जिस्म के साथ मुशाबहत दी और फरमाया कि इस जिस्म के एक उज़ू को भी, एक फ़र्द को भी अगर कोई तकलीफ़ हो, कोई परेशानी हो, तो सारे का सारा मुआशरा परेशान होता है और उसको उस तकलीफ़ का एहसास होता है। ഇങ്ങനെ ഒരു സമൂഹത്തെ മുഴുവനും ഒരു ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശിക്ഷണം നൽകി. ഒരു ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൽ വേദന അനുഭവിക്കുന്ന പോലെ ഒരു സമൂഹത്തിലെ ഒരു മനുഷ്യൻ, ഒരു മുസൽമാന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിലുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും തന്നെ ആ വേദന അനുഭവിക്കുന്നു എന്ന പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകിയത്. तो इसकी वजह से वो मुसलमान आपस में एक दूसरे के साथ प्यार और मोहब्बत से रहते थे, हमदर्दी के जज्बात के साथ रहते थे, एक दूसरे का ख्याल रखते थे, एक दूसरे का ताउन करते थे और एक दूसरे की मदद करते थे। ഈ കാരണത്താൽ സഹാബത്ത് പരസ്പരം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തൻ്റെ അടുത്തുള്ള സഹോദരന് എന്തെങ്കിലും വിഷമമുണ്ടാകുന്നുണ്ടോ, അവന് എന്തെങ്കിലും വേദന ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെ അവരുടെ അവസ്ഥകൾ ഓരോന്നോരോന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുന്ന പ്രശ്നം വന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ആ ഒരു വ്യക്തിയുടെ വേദന അകറ്റാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അത് സമൂഹത്തിൽ മുഴുവനും നടപ്പിൽ വരുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പോൾ ഒരു സമൂഹം ഒരു ശരീരം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഇസ്ലാമിക അധ്യാപനമെന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ആ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ പരിഹരിക്കാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. हम सब बखूबी इस बात को जानते हैं कि इसी प्यार और मोहब्बत के माशरे, अखुवत के माशरे, भाईचारे के माशरे और आपस में इत्तेहाद और इत्तेफाक के माशरे की वजह से चंद सालों में इस्लाम पूरी दुनिया में फैल गया। നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ സാഹോദര്യത്തിൻ്റെ, ഈ ഐക്യത്തിൻ്റെ, അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു ചുറ്റുപാടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഏകോപിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അല്പം ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്ലാം 4 ഭാഗം വ്യാപിക്കാൻ തുടങ്ങിയത്. लेकिन फिर हम ये भी जानते हैं कि जब उन मुसलमानों में आपस में ये इत्तेहाद और इत्तिफाक नहीं रहा, उनमें इंतशार शुरू हो गया, आपसी भाईचारा और प्यार मोहब्बत नहीं रहा, तो इस्लाम की तरक्की भी उसकी वजह से रुक गई। ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇത് അവരിൽ ഐക്യം നിലനിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങൾ നിലനിൽപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഉണ്ടാകാൻ തുടങ്ങിയത്. അന്ന് സഹാബാക്കൾക്ക് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ അവരുടെയിൽ ഭിന്നിപ്പുകളുണ്ടായി, വിഷമങ്ങളുണ്ടായി. ഇതും ചരിത്രത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന് കാരണം
ആ ഐക്യം ഇല്ലാതായതാണ്, അവിടെ ഭിന്നിപ്പ് ഉണ്ടായതാണ് പല വലിയ വലിയ സഹാബിമാർക്കും ബുദ്ധിമുട്ടിന് കാരണമായത്. इस ज़माने में हज़रत मसीह मऊद व मेहदी माहूद अलैहिस्सलातु वस्सलाम ने इस्लाम को एक मरतबा फिर जिंदा ഈ किया। കാലഘട്ടത്തിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്തുടർന്നു വന്നിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് അതേ ഐക്യവും അതേ സാഹോദര്യവും ഉള്ള ഒരു ജമാഅത്തിനെ രൂപീകരിക്കാൻ ആഗ്രഹിച്ചു. और वही भाईचारा जो हज़रत नबी अकरम सल्लल्लाहु अलैहि वसल्लम ने अपने असहाब में पैदा फरमाया था, वही भाईचारा आप अलैहिस्सलातु वस्सलाम ने एक मरतबा फिर कायम നബി फरमाया। സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ ഉണ്ടാക്കിയ അതേ സാഹോദര്യ ബന്ധം, അതേ സഹവർത്തിത്വം, അതുതന്നെയാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാലത്ത് നമ്മളിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ജനതയിലുണ്ടാക്കി വാർത്തെടുത്ത് നമ്മളെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. ആ രീതി തന്നെയാണ് ഇവിടെയും തുടർന്നു വരുന്നത്. आपस में भाईचारा कायम करने के लिए और एक दूसरे का भाई भाई बनने के लिए हुजूर अलैहिस्सलातु वस्सलाम ने हमें यहाँ तक नसीहत फरमाई कि तुम आपस में एक दूसरे के भाई बनो और ऐसे भाई बनो जैसे एक पेट में से दो भाई होते हैं। ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ സാഹോദര്യ ബന്ധം നിലനിർത്തണം, തീർച്ചയായിട്ടും നിങ്ങൾ നിലനിർത്തണം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുണ്ടായി, ഒരു മാതാവിൻ്റെ വയറ്റിൽ നിന്ന് വന്ന സഹോദരങ്ങളെ പോലെ നിങ്ങളായിത്തീരണം. സഹാബത്ത് അങ്ങനെയായിരുന്നു. പല മാതാവിൻ്റെ വയറ്റിൽ നിന്നാണ് നമ്മൾ വന്നത്, ശരി തന്നെ. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിങ്ങളായിത്തീരണം. അതാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ പാഠം നമുക്ക് നൽകിയത്. അതുപോലെയുള്ള അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക. और फरमाया कि जो अपने भाई के साथ सुलह पर राजी नहीं होता वो मेरी जमात में से नहीं। മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു. തൻ്റെ സഹോദരന് വിട്ടുവീഴ്ച ചെയ്യാത്ത മനുഷ്യനുണ്ടല്ലോ, അഹമ്മദി. ചിലപ്പോൾ അങ്ങനെയാണ്, ദേഷ്യം കയറിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നിപ്പോവും. വിട്ടുവീഴ്ച ചെയ്യൂല, തെറ്റുകൾ എല്ലാവർക്കും വരാം. വിട്ടുവീഴ്ച ചെയ്താൽ പ്രശ്നം കഴിയും. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് എൻ്റെ ജമാഅത്തുമായി ഒരു ബന്ധവുമില്ലെന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. तो ये भाईचारा, ये अखुवत, ये प्यार और मोहब्बत का माशरा और ये इत्तेहाद और इत्तेफाक का माशरा ही वो चीज़ है जो हमें इस ज़माने में जमात को तरक्की देने का और जमात की तरक्की कराने का बायस बन सकता है। ഈ സാഹോദര്യ ബന്ധവും ഈ ഐക്യവും വിഭാഗീയതയെ അകറ്റുന്നതും പരസ്പരം ശണ്ട കൂടാതിരിക്കുന്നതും പരസ്പരം ഒന്നിച്ച് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ജീവിക്കുന്നതുമൊക്കെയാണ് ഇസ്ലാമിന് ഇന്ന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ നമുക്ക് ഇസ്ലാമികമായിരിക്കുന്ന വിജയം എത്രയും വേഗം നമ്മുടെ സമീപസ്ഥമാക്കാൻ കഴിയും. हज़रत सल्लल्लाहु अलैहि वसल्लम को अल्लाह ताला ने मुखातिब करते हुए अपने दुश्मनों के बारे में फरमाया, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ताहसबुहुम जमीअन व कुलूबुहुम शत्ता, कि तुम उनको एक जमीयत में देखते हो, जमात की सूरत में देखते हो, लेकिन उनके दिल आपस में फटे हुए हैं। ശത്രുക്കളെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ ശത്രുക്കൾ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ അവരുടെ ഹൃദയം ദേഷ്യം കൊണ്ട് പരസ്പരം അകന്നകന്നകന്ന് നിൽക്കുകയാണ്. उनको आपस में एक दूसरे से मोहब्बत नहीं, അവർക്ക് एक दूसरे പരസ്പരം से दूर है। സ്നേഹമില്ല. तो ये मिसाल जो हुजूर सल्लल्लाहु अलैहि वसल्लम ने एक जमीयत के हुजूर सल्लल्लाहु अलैहि वसल्लम को अल्लाह ताला ने मुखालिफीन की जमीयत के ताल्लुक से बताई, इस मिसाल से हमें ये समझना होगा, हमें सीखना होगा कि कहीं हम भी उसी तरह की जमीयत न बन जाएं कि जो बज़ाहिर तो जमीयत हूँ लेकिन हमारे दिल आपस में एक दूसरे से दूर। ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്.
സഹാബത്തിന് ഇത് അറിയില്ല. സഹാബത്ത് നോക്കുമ്പോൾ ശത്രുക്കൾ ഐക്യത്തോടു കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നീ അങ്ങനെ കാണുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവർ ഐക്യമില്ല, അവർ പരസ്പരം ശത്രുക്കളാണ് എന്ന് പറയുകയുണ്ടായി. ഇതെന്തിനു വേണ്ടി പറഞ്ഞു? ഈ കാലത്ത് നമ്മളിത് നോക്കണം. നമ്മളിങ്ങനെ ഐക്യത്തോടു കൂടി ഇങ്ങനെ കാണുന്ന എല്ലാവരും പ്രദർശിപ്പിക്കുന്നു, അഹമ്മദികളെല്ലാവരും ഐക്യമുള്ളവരാണെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൽ അതുപോലെ ഈ രീതി വെറുപ്പും വിദ്വേഷവും വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനസ്സിലൊന്നും പുറത്ത് വേറൊന്നും വെച്ചുകൊണ്ടിരിക്കുന്ന അഹമ്മദിയാകാൻ പാടില്ല. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ കർമ്മത്തെയും ഒന്നാക്കി മാറ്റുക, പരസ്പരം രഞ്ജിപ്പിലാവുക. അല്ലാതെ ബാഹ്യമായി നോക്കുമ്പോൾ രഞ്ജിപ്പിലും ഉള്ളിൽ ശുദ്ധതയും ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമിനെ അഭിവൃദ്ധിയിലെത്തിക്കുകയില്ല. ये नमूने जो सहाबा किराम के हमारे सामने हैं, ये तालीमात जो हमारे सामने हैं, हज़रत मसीह मऊद अलैहिस्सलातु वस्सलाम की जो तालीमात हमारे सामने हैं, इन तालीमात के होते हुए हमें अपने जायज़े लेने की ज़रूरत है कि कहीं हम भी आपस में एक दूसरे से प्यार मोहब्बत अखुवत और भाईचारे में कहीं पीछे तो नहीं जा रहे हैं. ഈ ചരിത്ര സംഭവങ്ങൾ നോക്കിക്കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ നോക്കിക്കൊണ്ട്, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗഹനമായി പഠിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങളുണ്ടോ? ഒരാത്മപരിശോധന നടത്തണം. അവരിലുണ്ടായിരിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടോ എന്നുള്ള ചിന്ത നമ്മളിലുണ്ടെങ്കിൽ അത് മെല്ലെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. क्योंकि अगर हम आपस में एक दूसरे के साथ इख्तिलाफात रखते होंगे, एक दूसरे के साथ हम झगड़ रहे होंगे, ओहदेदारान के साथ हमारा ताउन सही नहीं होगा, निज़ामी जमात की इताअत और फर्माबरदारी में हम पीछे होंगे, तो फिर ये सारी चीज़ें ऐसी हैं जो हमारी जमात की तरक्की को रोकने वाली बन जाएंगी. നമ്മൾ പരസ്പരം ഭിന്നിപ്പിലാവുകയും നമ്മളെ നയിക്കുന്ന ആളുകളോട് വെറുപ്പ് വെച്ച് പുലർത്തുകയും അവരുടെ പ്രവർത്തനങ്ങൾ സഹായിക്കാതിരിക്കുകയും അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും കോപവും അതുമെല്ലാം കൊണ്ടുവന്നുകൊണ്ട് അവരുമായിട്ടൊരു വിയോജിപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ശത്രുക്കളുടെ സ്വഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും അഹമ്മദികൾ ബദ്ധശ്രദ്ധരായിരിക്കേണ്ടതുണ്ട്. ഓരോ കാര്യത്തിലും ബദ്ധശ്രദ്ധരായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരിൽ നമ്മൾ ഒരിക്കലും ഒരക്ഷരവും പറയാൻ പാടില്ല. അവരും അള്ളാഹുവുമായിട്ട് നോക്കിക്കോളും. നമ്മൾ ഓരോ കാര്യങ്ങളും അവർ പറയുന്നത് അനുസരിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് അവർ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരികയില്ല, പക്ഷേ ഉൾക്കൊള്ളുന്നതിലാണ് ബർക്കത്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മുകളിലിരിക്കുന്ന നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, നമ്മുടെ മുന്തസിമിമാർ, അതുപോലെ തന്നെ മറ്റുള്ള ഭാരവാഹികൾ, അവരുമായിട്ടുള്ള ആ സൗഹൃദമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ഒരിക്കലും നമ്മൾ അവരുമായിട്ട് എതിർക്കാൻ പോകരുത്. അങ്ങനെ പരസ്പരം എതിർപ്പുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ ജമാഅത്തിൻ്റെ ശാപമായിരിക്കും, അവർക്കൊരിക്കലും വിജയം ഉണ്ടാവുകയില്ല. क्योंकि यही अखुवत और भाईचारे का मुआशरा, यही इत्तिहाद और इत्तिफाक का मुआशरा, यही आपस में प्यार और मोहब्बत का मुआशरा है जो हमें आगे कदम बढ़ाने की तरफ गामजन करेगा, हमें तरक्की दिलाएगा और जमात को दूर दूर तक फैलाने का और जमात का पैगाम दूर दूर तक पहुंचाने का बाइस बन सकता है. ഈ സാഹോദര്യത്തിൻ്റെ ഈ സമൂഹം, അതുപോലെ തന്നെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം, പൂർണ്ണമായ അനുസരണം, ഇതൊക്കെ നമ്മുടെ ജമാഅത്തിൽ നമ്മൾ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ നമ്മൾ ഉത്തരോത്തരം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ അഭിവൃദ്ധി തനിയേ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ മറ്റുള്ളതിനൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മുഖേനയാണ് ഈ ജമാഅത്തിൻ്റെ നിലനിൽപ്പ്. നമ്മൾ മുഖേന അതിനൊരു കോട്ടം തട്ടാൻ പാടില്ല. ആ നിലനിൽപ്പിനെ സൗഹാർദ്ദപരമായി സാഹോദര്യപരമായി നിലനിർത്തേണ്ടുന്ന ബാധ്യത ഓരോ അൻസാറിനുമുണ്ട് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കുക. इसके बरक्स अगर हम आपस में ही उलझते रहे, आपस में ही झगड़ते रहे, एक दूसरे के साथ दुश्मनियां करते रहे, फितना फसाद पैदा करते रहे,
अपने घरों में भी, अपने मुआशरे में भी, अपनी जमातों में भी, अपनी मजालिस में भी ओहदेदारान के साथ झगड़े और फितने और फसाद हो रहे हों, जमात के अहबाब का आपस में एक दूसरे के साथ और ओहदेदारान के साथ तनाव का माहौल हो, फसाद का माहौल हो, झगड़ों का माहौल हो और सुलह सफाई का माहौल नहीं हो, तो फिर हम अपनी जमात की तरक्की को रोकने वाले बन जाएंगे। और इस चीज़ के लिए जमात की बुनियाद नहीं रखी गई। इस मकसद के लिए हज़रत मसीह मऊद अलैहिस्सलातु वस्सलाम की बैत हम सब ने नहीं की है। അതുകൊണ്ട് നമ്മൾ പരസ്പരം ഭിന്നിച്ച് നിന്നാൽ ആ പരസ്പരം ഭിന്നിക്കുന്നതിനോടൊപ്പം തന്നെ ദേഷ്യവും കോപവും വഴക്കും വക്കാണവുമായിട്ട് നടന്നാൽ, ജമാഅത്തിൻ്റെ ഭാരവാഹികളെ അനുസരിക്കാതിരുന്നാൽ, അവർക്കെതിരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് അഭിവൃദ്ധിപ്പെടാൻ കഴിയുക? ഒരിക്കലും അഭിവൃദ്ധിപ്പെടാൻ കഴിയുകയില്ല. നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുകൾ, അവിടെ വഴക്കുണ്ടോ, വയ്യാവേലിയുണ്ടോ, അല്ലെങ്കിൽ എതിർപ്പുണ്ടോ, കുന്നായ്മയുണ്ടോ, കുസൃതിയുണ്ടോ, എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ നോക്കണം. ഇതൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റണം. എങ്കിൽ മാത്രമേ കെട്ടുറപ്പോടുകൂടി ഊർജ്ജസ്വലരായി ഒറ്റക്കെട്ടായി സഹാബത്തൊരു ശരീരം പോലെ ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ വിജയം നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അകന്നകന്നകന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെല്ലാവരും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഈ ഔദ്യോഗിക ഭാരവാഹികളുമായി ചേർന്നുകൊണ്ട് അവരെ പരിപൂർണമായും അനുസരിച്ചുകൊണ്ട് ഒരേ ഒരു ആത്മാവെന്ന പോലെ, മിത്രമെന്ന പോലെ പ്രവർത്തിക്കേണ്ടതാണ്. അതിൽ ജമാഅത്ത് അഭിവൃദ്ധിപ്പെടുന്നതായിരിക്കും. मैं ये बात आपके सामने इसलिए बयान कर रहा हूँ क्योंकि देखा जा रहा है हिंदुस्तान की मुख्तलिफ जमातों में मरकज़ में इस किस्म की रिपोर्टें मौसूल होती हैं जिनसे हमें इस बात का अंदाज़ा होता है कि अहबाब जमात आपस में एक दूसरे के साथ सुलह सफाई के साथ, प्यार मोहब्बत के साथ रहने की बजाय एक दूसरे के साथ फितनों और फसादों में मुब्तला हो गए हैं। ओहदेदारान की इताअत सही तरह नहीं की जा रही है, निज़ामी जमात की इताअत सही तरह नहीं की जा रही है। और इन तमाम वजूहात की बिना पर जहाँ मरकज़ में मरकज़ी ओहदेदारान का बेशुमार वक्त ज़ाया हो रहा होता है, वहाँ जमात की तरक्की भी, जैसा कि मैं बार बार अर्ज़ कर रहा हूँ, कि इसकी वजह से रुक जाती है, जो हमारे लिए एक लम्हा फिक्रिया है। ഞാൻ വളരെ സങ്കടത്തോടു കൂടി, വളരെ വിഷമത്തോടു കൂടി ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇന്ത്യയിലെ പല മജ്‌ലിസുകളിലും പല പ്രശ്നങ്ങളും നടക്കുന്നു. പരസ്പരം വഴക്ക്, അടിപിടി തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നു. ഇതെല്ലാം അവിടെ നിന്ന് റിപ്പോർട്ട് കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. ഞങ്ങൾ കേന്ദ്രത്തിൽ ഇത് പരിശോധിച്ച് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ കേസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മർക്കസി ഉദ്യോഗസ്ഥന്മാരായ ഞങ്ങൾ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വഴക്കും വയ്യാവേലിയും തീർത്തുകൊണ്ടാണോ നമ്മൾ ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടത്? ഇത് പരിഹരിച്ചിട്ട് വേണ്ടേ? അപ്പം നമ്മളാൽ കഴിയുന്ന അങ്ങനെ ഉണ്ടാക്കാതിരുന്നാൽ ആ പ്രശ്നം ഉണ്ടാവുകയില്ല. അതായത് പല രീതിയിലുള്ള കംപ്ലൈൻറ്റുകളാണ്. ഔദ്യോഗിക ഭാരവാഹികളെ അനുസരിക്കാതിരിക്കുക, അവരെ ധിക്കരിക്കുക, അവരുമായിട്ട് സഹകരിക്കാതിരിക്കുക, ആക്ഷേപാർഹമായ കാര്യങ്ങൾ പറയുക, വിമർശനം നടത്തുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നടത്തുന്നുണ്ട്. എല്ലാ ജമാഅത്തുകളിലും ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ വെറും ബാലിശ്യമാണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്താണ്? ഇസ്ലാമിനെ ലോകത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മിഷനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വഴക്കുണ്ടാക്കാൻ സമയമുണ്ടാവില്ല, എതിർക്കാൻ സമയമുണ്ടാവില്ല, ഔദ്യോഗിക ഭാര്യകളുമായിട്ട് ഭിന്നിക്കാൻ സമയമുണ്ടാവുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യാൻ. ഇല്ല എങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ വിജയം തടഞ്ഞു നിർത്തുന്നവരായിട്ട് മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. इस्माइल साहब, मेरी बात जो मैं बयान कर रहा हूँ उसको मज़ीद वजाहत के साथ आपकी खिदमत में बयान कर रहे हैं, ये अच्छी बात है। तो मेरा ख़ुलासा आपकी खिदमत में अर्ज़ करने का और आपको बताने का ये है
कि इस किस्म का माहौल हमारी जमात में नहीं होना चाहिए। अगर हम वाक़ईतन चाहते हैं कि हम जमाती तालीमात पर अमल करते हुए, हज़रत मसीह मऊद अलैहिस्सलातु वस्सलाम की तालीमात पर अमल करते हुए इस जमात को तरक्की की राहों पर आगे गामज़न करना है हमने, तो उसके लिए ज़रूरी है कि हम आपस में एक दूसरे के से दूर न हों, एक दूसरे से फटे हुए न हों, एक दूसरे से मोहब्बत और प्यार का हमारा ताल्लुक़ है। वही अस्बाह तुम बेनेमतिही इख़वाना वाला मंज़र जो अल्लाह ताला ने कुरान मजीद में सहाबा के लिए बयान फरमाया, वही मंज़र हमारे ऊपर फिट बैठेगा तो आप देखिएगा कि अल्लाह ताला हमारी जमात को दिन दुगनी और रात चौगनी तरक्की अता करता ഇസ്ലാമി ഇസ്മായിൽ സാഹിബ് എൻ്റെ പ്രസംഗം വിശദീകരണത്തോടു കൂടെയാണ് തർജ്ജമ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യമാണ്. കാരണം ഞാൻ പറയുന്നതിൻ്റെ നേരെ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചില വിശദീകരണം. അത് നല്ല കാര്യമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് നമ്മുടെ ജമാഅത്ത്, നമ്മുടെ മജ്ലിസ്, നമ്മുടെ അൻസാറുള്ള അള്ളാൻ്റെ സഹായികളായിരിക്കുന്ന നമ്മൾ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മജ്ലിസുകളിൽ ഇത്ര ഫിത്ന, ഫസാദ്, മറ്റതൊന്നും കുഴപ്പമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ഒന്നോ രണ്ടോ വ്യക്തികളായിരിക്കും ഇതിടുന്നത്. ഒരിക്കലും അവരുടെ സഹകരിച്ചുകൊണ്ട് അതിന് പ്രോത്സാഹനം നൽകാൻ പാടില്ല. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ ജമാഅത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോകും. എവിടെയും നിങ്ങൾ നോക്കിയോ അതാ കാണുക. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതിൽ നിന്നെല്ലാം വിട്ടുമാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശം നൽകിയതുപോലെ നമ്മളിൽ ഐക്യമുണ്ടാക്കുകയും ഐക്യത്തോടുകൂടി, ബഹുഭൂരിഭാഗം ആളുകളും ഐക്യത്തോട് പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് ഐക്യത്തോടുകൂടി നമ്മൾ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകുക. ഒരിക്കലും നമ്മൾ പിന്നാക്കം പോകാൻ പാടില്ല. तो वक्त काफ़ी हो गया है, इनामात भी तकसीम होने हैं, तो मेरी यही आपसे गुजारिशात हैं और यही दुआ भी है, और आपको भी यही दुआ के लिए दरख्वास्त करूँगा, हमेशा ये दुआ करते रहें कि हमारी जमात के अहबाब जो हैं आपस में एक दूसरे के साथ भाई भाई बनकर रहें, एक दूसरे के साथ प्यार मोहब्बत के साथ रहें और एक दूसरे के साथ हमदर्दी के जज्बात के साथ रहें। किसी किस्म के फितने, किसी किस्म के फसाद, किसी किस्म की लड़ाइयाँ झगड़े न हमारे घरों में हों, न हमारी जमातों में हों। अगर हम ऐसा करने वाले बन जाएंगे, अगर हम ये दुआएं करने वाले बन जाएंगे, तो यकीनन हमारा माशरा इंशाअल्लाह ऐसा होगा कि हम अपनी जमात को तरक्की की राहों पर, जैसा कि मैं बार बार अर्ज़ कर रहा हूँ, आगे गामजन करने वाले बन जाएंगे। और अगर फितनों फसादों में उलझते रहे तो अपनी तरक्की को रोकने वाले बन जाएंगे। अल्लाह ताला हमें इससे महफूज रखे, आपस में भाई भाई बना कर रखे। हज़रत मसीह मऊद अलैहिस्सलातु वस्सलाम की तालीमात के मुताबिक, हज़रत नबी अकरम सल्लल्लाहु अलैहि वसल्लम की तालीमात के मुताबिक, कुरान मजीद की तालीमात के मुताबिक अपनी ज़िंदगी गुजारने की तौफ़ीक अता फ़रमाए। और इस तरह से ऐसा मुआशरा पैदा करने की सूरत में हम सबको खलीफा वक्त का सुल्तान नसीर बनने की तौफ़ीक अता फ़रमाए। സമയം ഒരുപാടായി, ഞാനിനി നിർത്തുകയാണ്. പറഞ്ഞതിൻ്റെ ചുരുക്കം ഒന്നുകൂടി അദ്ദേഹം പറയുകയായിരുന്നു. ജമാഅത്തിൽ ഒരു തരത്തിലുള്ള ഫിത്നകളും ഉണ്ടാകാൻ പാടില്ല, ഫസാദും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ഫസാദും ഫിത്നയും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫിത്ന പത്തനായും നിങ്ങൾ അദ്ദേഹം പറഞ്ഞ് കേട്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. ഫിത്നയും ഫസാദും ഉണ്ടാകാൻ പാടില്ല. അതായത് കുഴപ്പങ്ങളും കലഹങ്ങളും നമ്മുടെ ജമാഅത്തിൽ ഉണ്ടാകാൻ പാടില്ല. കഴിവിൻ്റെ പരമാവധി നമ്മൾ ഐക്യത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. സഹോദരനെ സഹായിക്കേണ്ടതാണ്, അവനെ ദ്രോഹിക്കുക എന്നുള്ളതല്ല. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഇത് കുറച്ച് ശ്രമകരമായ ജോലിയാണ് എന്നത് സംശയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി, നമ്മളിപ്പോൾ ഇന്നിവിടെ സംഘടിച്ചു, എല്ലാവരും ഇരിപ്പുണ്ട് അൻസാറുള്ള, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇത് കാര്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മജ്ലിസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി, ജമാഅത്തിൻ്റെ മുന്നോട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. ആരെങ്കിലും അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജമാഅത്തിൽ ഐക്യമുണ്ടാക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച അധ്യാപനം, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കാഴ്ചവെച്ച അധ്യാപനം, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിരിക്കുന്ന അധ്യാപനം, ഇത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സഹാബത്തിനെ പോലുള്ള ഒരു ജമാഅത്തായിട്ട് നമ്മൾ മാറും. നമ്മൾ വിചാരിക്കുന്ന പോലെ അതിന് ഭയങ്കര ശക്തിയായിരിക്കും. ആ ശക്തി കൊണ്ടാണ് നമുക്ക് ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ കഴിയുക. ഓരോ സ്ഥലത്തും ഇസ്ലാമിനെ വിജയിപ്പിക്കേണ്ടുന്ന ബാധ്യത
ആ പ്രദേശത്തെ അഹമ്മദികൾക്കാണ്. ഇത് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.